Hi everyone. Here we are going to discuss about nuclear detectors and counters. ഓൾറെഡി ന്യൂക്ലിയർ ഡിറ്റക്ടർ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്താണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GM കൗണ്ടേഴ്സ് ആണ്. സോ യു ഹാവ് ഓൾറെഡി ഡൺ എക്സ്പെരിമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് GM കൗണ്ടർ. ഇതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും നമ്മൾ ജനറലി ഒരു ഡിറ്റക്ടറിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞതിനോട് ഇക്വാലൻ്റ് ആയിട്ട് തന്നെയാണ് വരിക. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിറ്റക്ടേഴ്സും ഓരോ റീജിയനിലാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ കർവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കർവിൽ ഡിഫറെൻറ്റ് റീജിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്യൂ റീജിയൻ, പ്രപ്പോർഷണൽ റീജിയൻ, GM റീജിയൻ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് റീജിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഓരോ ഡിറ്റക്ടേഴ്സും ഓരോ റീജിയനിലാണ് വർക്ക് ചെയ്യുക. അങ്ങനെ GM റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഡിറ്റക്ടർ അല്ലെങ്കിൽ കൗണ്ടറാണ് GM കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു GM കൗണ്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗീഗർ ആൻഡ് മുല്ലർ ആണ് ഇൻ ദ ഇയർ 1928. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ ഓർഡർ ടു മെഷർ അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻസ് മെഷർ ചെയ്യാനും കൗണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഗീഗർ മുല്ലർ കൗണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഗ്യാസ് ഫിൽഡ് കൗണ്ടറാണ്. നമ്മൾ പറഞ്ഞു ഒരു മെറ്റാലിക് ട്യൂബ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെറ്റാലിക് ട്യൂബാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക. സോ ആ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഗ്യാസ് ഫിൽഡ് കൗണ്ടർ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹോളോ മെറ്റൽ കേസ് എൻക്ലോസ്ഡ് ഇൻ എ തിൻ ഗ്ലാസ് ട്യൂബ്. ദിസ് ഹോളോ മെറ്റൽ കേസ് ആക്ട്സ് ആസ് ദി കാഥോഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാഥോഡും ഉണ്ടായിരിക്കും ആനോഡും ഉണ്ടായിരിക്കും. ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഹോളോ മെറ്റാലിക് കേസാണ്. ആ മെറ്റാലിക് കേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. അറ്റ് ലോ പ്രഷർ വി ആർ ഫില്ലിങ് ഇറ്റ്. ഓക്കെ, പിന്നെ നമുക്കുള്ള സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനോഡാണ്. ഇവിടുത്തെ ആനോഡ് എന്ന് പറഞ്ഞാൽ ഒരു ടങ്സ്റ്റൺ വയർ, ഒരു ഫൈൻ ടങ്സ്റ്റൺ വയറാണ്. അത് along the axis of the tube stretch ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ബൈ എബനൈറ്റ് പ്ലെക്സ്. യു ക്യാൻ സീ ദർ ദിസ് ഫൈൻ ടങ്സ്റ്റൺ വയർ ഇസ് ആക്ടിങ് ആസ് ദി ആനോഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ ട്യൂബ് ആദ്യം ഇവാക്വേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആർഗൺ ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് the tungsten wire is connected to the positive terminal of a high tension battery and the negative terminal is connected to the metallic tube. Okay, and നമുക്ക് അവിടെ കാണാൻ പറ്റും that tungsten wire is connected to a load resistance also, RL. അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് we will get different properties of the ionizing radiation. Okay, so here ഇവിടെ നമ്മൾ വെക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ദ വോൾട്ടേജ് ദാറ്റ് വി ആർ ഗീവിങ് ഇസ് ആക്ച്വലി ലെസ് ദാൻ ദ വോൾട്ടേജ് വിച്ച് ക്യാൻ കോസ് ഡിസ്ചാർജ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാൻ സാധ്യത ഉള്ള വോൾട്ടേജിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞിട്ടുള്ളൊരു വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ പറഞ്ഞു GM കൗണ്ടർ വർക്ക് ചെയ്യുന്നത് GM റീജിയനിലാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ കർവിൽ GM റീജിയൻ ഉണ്ട്. ആ GM റീജിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്ചാർജ് റീജിയൻ ആണ്. സോ നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിക്കും. സോ ആ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കാൻ ചാൻസ് ഉള്ള വോൾട്ടേജിൻ്റെ തൊട്ട് ലെസ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആണ് നമ്മളിവിടെ GM കൗണ്ടറിൻ്റെ വർക്കിങ്ങിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ വർക്കിംഗ് ഓഫ് ദി GM കൗണ്ടർ. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിൾ ഈ ഡിറ്റക്ടറിൽ എൻ്റർ ചെയ്തു എന്ന് വെക്കും. ആ എക്സ്റ്റേണൽ പാർട്ടിക്കിൾ നമ്മുടെ ആർഗൺ ഗ്യാസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അയണൈസേഷൻ ഒക്കർ ചെയ്യും. ഓക്കെ, അയണൈസേഷൻ ഹാപ്പൻ ചെയ്യും. അതായത് ആർഗൺ ആറ്റംസ് ഉണ്ടായിരിക്കും. സോ ഇൻ ദറ്റ് ആർഗൺ ആറ്റംസ് അയണൈസേഷൻ ഹാപ്പൻ ആൻഡ് പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്യും. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ജനറൽ വർക്കിംഗ് ഓഫ് എ ഡിറ്റക്ടറിൽ. അങ്ങനെ പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അയോൺസും ഇലക്ട്രോൺസും ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് അയോൺസ് വിൽ ബി മൂവിങ് ടു ദ നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ദ ഇലക്ട്രോൺസ് വിൽ ബി മൂവിങ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. സോ ഇവിടെ നമുക്ക് കാണാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ആണ്. അതിൻ്റെ വാല്യൂ നിയർലി 1000 to 3000 വോൾട്ട് വരും. ഓക്കെ, അങ്ങനെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിന് ഇപ്പോൾ അയണൈസേഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസിന് ഹൈ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ ഹൈ ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൈമറി അയണൈസേഷൻ മാത്രമല്ല നടക്കുക, അവിടെ സെക്കൻഡറി അയണൈസേഷനും നടക്കും.
അതായത് പ്രൈമറി അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിങ് റേഡിയേഷൻ അവിടുത്തെ ആർഗൺ മോളിക്യൂൾസും അല്ലെങ്കിൽ ആറ്റംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് അയോൺസും ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് പ്രൈമറി അയണൈസേഷൻ. ബട്ട് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓൾറെഡി പ്രൈമറി അയണൈസേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോൺസ് ഇവിടെ ഹൈ ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ പ്രൈമറി അയണൈസേഷൻ വഴി ഉണ്ടായിട്ടുള്ള ഇലക്ട്രോൺസിന് ഹൈ ആക്സിലറേഷൻ കിട്ടും. അങ്ങനെ ഹൈ ആക്സിലറേഷൻ കിട്ടുന്ന ഇലക്ട്രോൺസ് വീണ്ടും ആർഗൺ മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആർഗൺ ആറ്റംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ വീണ്ടും എന്തുണ്ടാക്കും, അയണൈസേഷൻ ഉണ്ടാക്കും. ഓക്കെ, ആ അയണൈസേഷനെ നമ്മൾ സെക്കൻഡറി അയണൈസേഷൻ എന്നാ പറയാം. സോ ഇവിടെ വോൾട്ടേജ് ഹൈ ഇനഫ് ആയത് കാരണം പ്രൈമറി അയണൈസേഷൻ നടന്നതിന് ശേഷം സെക്കൻഡറി അയണൈസേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. And this secondary ionization will result in the production of a large number of electrons, which will result in an effect called avalanche effect. Okay. അതായത് ഒരു സിംഗിൾ ഇൻകമിങ് പാർട്ടിക്കിൾ, വാട്ട് എവർ ദാറ്റ് പാർട്ടിക്കിൾ ബി, വാട്ട് എവർ റേഡിയേഷൻ ദാറ്റ് ബി, ഇറ്റ് ക്യാൻ കോസ് മെനി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഇലക്ട്രോൺസ് ആസ് എ റിസൾട്ട് ഓഫ് അയണൈസേഷൻ. അങ്ങനെ കുറേ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് എല്ലാം ടങ്സ്റ്റൺ വയറിലൂടെ that it will move to the opposite polarity or opposite electron and it will produce a current pulse. അല്ലെ, ആ സർക്യൂട്ടിൽ ഒരു കറണ്ട് പൾസ് ഉണ്ടാക്കും ആൻഡ് ദാറ്റ് ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് കൗണ്ടഡ്. ഓക്കെ, ഇതൊരു ഹൈലി സെൻസിറ്റീവ് ഡിറ്റക്ടർ ആണ്. അതുപോലെ തന്നെ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ബേസിക്കലി ഇൻ എ GM കൗണ്ടർ. ഓക്കെ, അവലാഞ്ചി ഇഫക്റ്റ് ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഒരു സിംഗിൾ ഇൻകമിങ് പാർട്ടിക്കിളിന് തന്നെ ധാരാളം ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഹൈ കറണ്ട് പൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോൺസ് നമ്മുടെ മോളിക്യൂൾ ആറ്റത്തിൽ, അതായത് ആർഗൺ ആറ്റംസ് ഉണ്ടായിരിക്കും, ആ ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ when it is interacting with the potential field of the nucleus, there is a chance that it experiences deceleration. അങ്ങനെ ഡിസലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ലോസ് ആവും. എനർജി ലോസ് ആവുമ്പോൾ അത് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ക്രിയേറ്റ് ഫോട്ടോൺസ്. ഈ പ്രോസസ്സിനെ ആണ് ബ്രംസ്ട്രലൻ ഇഫക്റ്റ് എന്ന് പറയുക. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ബിഫോർ. ആൻഡ് ഈ ഇഫക്റ്റ് കാരണം കൂടുതൽ മോളിക്യൂൾസുമായിട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പോൾ UV റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ UV റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും GM കൗണ്ടറിൽ ഒരു അവലാഞ്ചി ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ there is again a chance of avalanche effect due to the ultraviolet radiations which are produced. Okay, ഇനി once ഈ ഇലക്ട്രോൺസ് ടങ്സ്റ്റൺ വയർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലെ ഇലക്ട്രോഡിൽ മൂവ് ചെയ്തിട്ട് it is getting absorbed by the anode, isn't it? Then it is completing the circuit actually. അങ്ങനെ ആവുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും റെസിസ്റ്റൻസ് RL. അത് കാരണം നമുക്ക് കറണ്ട് പൾസസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി വൺസ് ഇതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ്, അതായത് നമ്മളിപ്പോൾ പ്രൈമറി അയണൈസേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി അയണൈസേഷൻ കാരണം ഫോം ചെയ്ത ഇലക്ട്രോൺസ് ഇറ്റ് വിൽ കം ബാക്ക്വേർഡ് ആൻഡ് മീറ്റ് ദ പോസിറ്റീവ് അയോൺസ്. ഓൾറെഡി നമ്മുടെ ട്യൂബിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. സോ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസുമായിട്ട് മീറ്റ് ചെയ്തിട്ട് റീകോമ്പിനേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെ റീകോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂട്രൽ മോളിക്യൂൾസ് ഫോം ചെയ്യും. ഈ GM കൗണ്ടർ നേരെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഒരു സൈക്കിൾ പോലെ ഇത് നടന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ പറഞ്ഞത് ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് ആക്ച്വലി ഈ ഒരു കൗണ്ടറിൽ ഒരു കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എൻറ്റയർ പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത് ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ എൻട്രി ചെയ്തു. അത് എൻട്രി ചെയ്ത കാരണം പ്രൈമറി അയണൈസേഷൻ ആൻഡ് സെക്കൻഡറി അയണൈസേഷൻ ഹാപ്പൻ ചെയ്തു. കുറേ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ആയി. ആ ഇലക്ട്രോൺസ് ഒരു കറണ്ട് പൾസ് ക്രിയേറ്റ് ചെയ്തു. ആ കറണ്ട് പൾസ് നമ്മൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ദെൻ അഗൈൻ ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസുമായിട്ട് റീകമ്പൈൻ ചെയ്തു. ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. സോ ഈ എൻറ്റയർ പ്രോസസ്സ് നടക്കാൻ ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. സോ വൺസ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു GM കൗണ്ടറിന് നെക്സ്റ്റ് പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ എൻറ്റയർ പ്രോസസ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. സോ നോ ഫർദർ പാർട്ടിക്കിൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദ ന്യൂക്ലിയർ ഡിറ്റക്ടർ ഡ്യൂറിങ് ദിസ് ടൈം. ആ ടൈമിനെയാണ് നമ്മൾ ഡെഡ് ടൈം എന്ന് പറയാം. അതായത് ഒരു പാർട്ടിക്കിളിനെ കൗണ്ട് ചെയ്തതിന് ശേഷം നമ്മുടെ GM കൗണ്ടർ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരാൻ എടുക്കുന്ന സമയം.
ഓക്കെ, അതിനെയാണ് നമ്മൾ ഡെഡ് ടൈം എന്ന് പറയുക. ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈം ടേക്കൺ ബൈ ദ ട്യൂബ് ടു റീകവർ ബിറ്റ്വീൻ ദ കൗണ്ട്സ്. ഈ ടൈം എന്ന് പറയുന്നത് ഡെഡ് ടൈം യൂഷ്വലി 200 മൈക്രോ സെക്കൻഡ്സ് ആണ് നമുക്ക് GM കൗണ്ടേഴ്സിൻ്റെ കേസിൽ വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്വെൻച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ നമ്മൾ പറഞ്ഞു ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂട്രൽ ആറ്റം പ്രൊഡ്യൂസ് ചെയ്യും. ആ ന്യൂട്രൽ ആറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഫോട്ടോൺ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോണും അവലാഞ്ച് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ലൈക്ക് ദ അൾട്രാവയലറ്റ് റേഡിയേഷൻ. ബട്ട് ഇൻ ദ ഡിറ്റക്ടർ നമുക്ക് ഇൻകമിങ് റേഡിയേഷൻ കാരണമുള്ള കൗണ്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, വി നീഡ് ഓൺലി ദോസ് കൗണ്ട്സ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് എക്സ്റ്റേണൽ പാർട്ടിക്കിൾ. അതല്ലാതെ അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് കാരണമുള്ള കൗണ്ടും നമുക്ക് ഈ ഒരു ഡിറ്റക്ടറിൽ ആവശ്യമില്ല. സോ ഇവിടെ അവലാഞ്ചി ഇഫക്റ്റ് നടക്കുന്നതുകൊണ്ട് ഓക്കെ, നമ്മുടെ ഡെഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, GM കൗണ്ടർ തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരാനെടുക്കുന്ന സമയം. ഓക്കെ, സോ ഈ അവലാഞ്ചി ഇഫക്റ്റ് കണ്ടിന്യൂസ്ലി നടക്കുന്നത് കൊണ്ട് ഈ ഡെഡ് ടൈം ഡിലേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഡെഡ് ടൈം ഡിലേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ GM കൗണ്ടറിന് കൂടുതൽ എക്സ്റ്റേണൽ പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു ഇൻഇഫക്റ്റീവ് കൗണ്ടറായിട്ട് മാറും അല്ലേ. സോ കൂടുതൽ അവലാഞ്ചി ഇഫക്റ്റ് നടക്കുകയാണെങ്കിൽ അവിടെ ഡെഡ് ടൈം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് ആൻഡ് കൗണ്ടർ ഇൻഎഫിഷ്യൻ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെയാണ് നമ്മൾ ക്വെൻച്ചിങ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദർ ആർ 2 types of quenching. One is chemical quenching and another one is external quenching. കെമിക്കൽ ക്വെൻച്ചിങ്ങിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മളൊരു ഗ്യാഷ്യസ് മീഡിയം ഇവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ലൈക്ക് ആർഗൺ. ഈ ഗ്യാഷ്യസ് മീഡിയത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് മിക്സ് ചെയ്യും, സച്ച് ആസ് ആൽക്കഹോൾ. അപ്പോൾ ഇലക്ട്രോൺ അയോണുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന, നമ്മൾ പറഞ്ഞു ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, ആ ഫോട്ടോണിൻ്റെ എനർജി ഓക്കെ ഇറ്റ് ഈസ് ഗിവൺ ഓഫ് ടു ദ ആൽക്കഹോൾ മോളിക്യൂൾ. ആൽക്കഹോൾ മോളിക്യൂൾ ആ എനർജി അബ്സോർബ് ചെയ്യും, ഐദർ ഇൻ ദ വൈബ്രേഷണൽ ഓർ റൊട്ടേഷണൽ ഫോം, എനർജി ഫോം. ഓക്കെ, ഇത് കാരണം ഡെഡ് ടൈം ഡിലേ ആവില്ല, ഓർ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഡിലേ ഇൻ ദ ഡെഡ് ടൈം. ഓക്കെ, ആൻഡ് വി ക്യാൻ ഗെറ്റ് എൻ എഫിഷ്യൻറ്റ് GM കൗണ്ട്. ഇതാണ് ഒരു പ്രോസസ്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്വെൻച്ചിങ് ആണ്. എക്സ്റ്റേണൽ ക്വെൻച്ചിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ എപ്പോഴൊക്കെയാണോ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്, വെൻ എവർ എൻ ഇലക്ട്രോൺ കംപ്ലീറ്റ്സ് എ സർക്യൂട്ട്, ഡിറ്റക്ടർ ഒരു സ്മോൾ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഷട്ട് ഡൗൺ ആവും. ദാറ്റ് ഇസ് ദ പൊട്ടൻഷ്യൽ വിൽ ബി നിയർലി ഈക്വൽ ടു 0 ബിക്കോസ് ദാറ്റ് ഇസ് വെരി സ്മോൾ പീരീഡ് ഓഫ് ടൈം. അങ്ങനെയാണ് അവിടെ എമിറ്റ് ചെയ്യുന്ന ആ ഫോട്ടോൺ അവലാഞ്ചി ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, so that is another method of quenching. So there are 2 methods of quenching basically, chemical quenching and external quenching. Okay, this is a basic working and construction of a GM counter. Next type of detector എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ scintillation detector ആണ്. ഓക്കെ, സോ ബേസിക്കലി ഏതൊരു ഡിറ്റക്ടറിലും നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിള് ആ ഒരു മീഡിയത്തേക്ക് എൻ്റർ ചെയ്യുന്നു, ആ മീഡിയം പാർട്ടിക്കിളിൻ്റെ എനർജി അബ്സോർബ് ചെയ്യണു ആൻഡ് അതിനെ ഒരു കറണ്ട് പൾസ് ആയിട്ട് മാറ്റുന്നു. ആ കറണ്ട് പൾസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻകമിങ് റേഡിയേഷൻ്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യാനും അതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടുതൽ പഠിക്കാനും പറ്റും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എനി കൈൻഡ് ഓഫ് ഡിറ്റക്ടർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൻറ്റിലേഷൻ ഡിറ്റക്ടർ ആണ്. യു ക്യാൻ സീ ദ ഫിഗർ ഓഫ് സിൻറ്റിലേഷൻ ഡിറ്റക്ടർ ദെയർ. സിൻറ്റിലേഷൻ ഡിറ്റക്ടറിന് മെയിൻലി 2 പാർട്സ് ആണുള്ളത്. ഒന്ന് സിൻറ്റിലേറ്റർ മെറ്റീരിയൽ ആണ്, and second one is a photo multiplier tube which you can call it as PMT. Okay, so first നമുക്ക് സിൻറ്റിലേറ്റർ മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. സിൻറ്റിലേറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ മെറ്റീരിയൽ മീഡിയത്തേക്ക് എൻ്റർ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റീരിയൽ മീഡിയം ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ സിൻറ്റിലേറ്റർ മെറ്റീരിയൽ എന്ന് പറയുക. ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് സിൻറ്റിലേഷൻ. ഓക്കെ, സോ സപ്പോസ് ഒരു ആൽഫ പാർട്ടിക്കിൾ ഈ സിൻറ്റിലേറ്റർ മെറ്റീരിയലിൽ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കും. വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ആൽഫ പാർട്ടിക്കിൾ വിൽ കൊളൈഡ് വിത്ത് ദ മോളിക്യൂൾസ് ഓഫ് ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ മീഡിയത്തിൻ്റെ മോളിക്യൂൾസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഓക്കെ,
ആൻഡ് ഈ മെറ്റീരിയൽ മീഡിയത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും inside the atoms, right? And these electrons, which are in the valence band, will absorb the energy of the incoming radiation and jump to the conduction band. Okay, നമ്മുടെ ഇൻകമിങ് റേഡിയേഷൻ്റെ എനർജീനെ ഈ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലായിരുന്നു, അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ വിൽ ജംപ് ബാക്ക് ടു ദ വാലൻസ് ബാൻഡ് ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് ആഫ്റ്റർ സം ടൈം. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ജംപ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് അവിടെ ലൈറ്റ് പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സിൻഡിലേറ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ മെറ്റീരിയൽ മീഡിയത്തിൽ ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി എടുത്തുകൊണ്ട് അവിടെ ഒരു ലൈറ്റ് പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിൻഡിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് സിൻഡിലേറ്റർ ഡിറ്റക്ടേഴ്സിൽ ഡിഫറെൻറ്റ് സിൻഡിലേറ്റർ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സീഷ്യം അയഡൈഡ് ആണ് ആൽഫ പാർട്ടിക്കിൾസ് പ്രോട്ടോൺ ഒക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിറ്റക്ടേഴ്സിൽ യൂസ് ചെയ്യുക. അതുപോലെ സോഡിയം അയഡൈഡ് ഗാമ റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിറ്റക്ടേഴ്സിൽ യൂസ് ചെയ്യും. സിങ്ക് സൾഫൈഡ് ആൽഫ പാർട്ടിക്കിൾസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിറ്റക്ടേഴ്സിൽ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി ഗ്രേറ്റർ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് അവിടെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം സിൻഡിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മുകളിൽ ഉള്ള പോർഷനാണ്. സോ അവിടേക്ക് ന്യൂക്ലിയർ റേഡിയേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ നെക്സ്റ്റ് പാർട്ടിൽ കാണുന്നത് ഒരു ഫോട്ടോ കാഥോഡാണ്, ഒരു സ്മോൾ റീജിയനിൽ. സോ ഈ ലൈറ്റ് ഫോട്ടോൺസ് ഇപ്പം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റ് ഫോട്ടോൺസ് എല്ലാതും ഈ ഫോട്ടോ കാഥോഡിലേക്ക് എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റഡ് ആയി അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയി. ഓക്കെ, ഇനി ഫോട്ടോ കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് മെൻ ബൈ ഫോട്ടോ കാഥോഡ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ ഫോട്ടോ കാഥോഡ് എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഇസ് ദ പ്രൈമറി ഫോട്ടോ ഇലക്ട്രോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഫോട്ടോൺ ഇൻസിഡൻറ്റ് ദ ഫോട്ടോ കാഥോഡ്. ഫോട്ടോ കാഥോഡിൽ ലൈറ്റ് പൾസസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണം ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, യു നോ വാട്ട് ഇസ് മെൻ ബൈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, റൈറ്റ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഫോട്ടോ ഇലക്ട്രോൺസ്, ഓക്കെ, ഇപ്പോൾ പ്രൊഡ്യൂസ് ആയ ഫോട്ടോ ഇലക്ട്രോൺസ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ഡിറ്റക്ടറിലേക്ക് പോവുകയാണ്, അതായത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൽ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസിൽ കീപ്പ് ചെയ്തിട്ടുള്ള ചില റീജിയൻസ് കാണും. ഓക്കെ, അതിനെയൊക്കെ നമ്മൾ ഡയനോഡ്സ് എന്നാണ് പറയുക. ഓക്കെ, സോ ആക്ച്വലി ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇനീഷ്യൽ ഫോട്ടോ ഇലക്ട്രോൺസ് ടു എ വെരി ഹൈ വാല്യൂ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ലീഡ് ടു എ സിഗ്നിഫിക്കൻറ്റ് കറന്റ് പൾസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോ കാഥോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് ഇനീഷ്യലി അതിൻ്റെ എനർജി കുറവായിരിക്കും ആൻഡ് അതിനെ ഒരു വെരി ഹൈ വാല്യൂയിലേക്ക് ഈ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് എത്തിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമുക്കൊരു ഹൈ കറന്റ് പൾസ് കിട്ടും, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കറന്റ് പൾസ് കിട്ടും. ഓക്കെ, സോ ആദ്യം തന്നെ ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഫോട്ടോ കാഥോഡിൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാണ്, അതായത് +100 വോൾട്ട് പൊട്ടൻഷ്യലുള്ള ആദ്യത്തെ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാണ്. ആ ഓരോ ഇലക്ട്രോഡിനെയും നമ്മൾ ഡയനോഡ്സ് എന്നാണ് പറയുക. ഓക്കെ, ഒന്ന് 100 വോൾട്ടിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, അടുത്തത് 200 വോൾട്ടിലാണ് റൈറ്റ് സൈഡിൽ, ദെൻ ലെഫ്റ്റ് സൈഡിൽ 300 വോൾട്ട്, റൈറ്റ് സൈഡിൽ 400 വോൾട്ട്, അങ്ങനെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ these curved surfaces which are kept at different voltages are called diodes. സോ ഡയനോഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഈ ഡയനോഡിനെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡയനോഡിൻ്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സെക്കൻഡറി ഇലക്ട്രോഡ്സ് നെക്സ്റ്റ് ഡയനോഡിലേക്ക് ഡയറക്റ്റഡ് ആവും. അതായത് ഫസ്റ്റ് ഡയനോഡ് +100 വോൾട്ടിലാണ് വെച്ചിട്ടുള്ളത്, സെക്കൻഡ് ഡയനോഡ് വെച്ചിട്ടുള്ളത് +200 വോൾട്ടിലാണ്. ഓക്കെ, സോ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഡയനോഡ്സ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ആവും. അപ്പോൾ ഒരു ഡയനോഡിൽ ഇലക്ട്രോൺ വന്നു, ഓക്കെ, അതിന്ന് ആക്സിലറേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഡയനോഡിലേക്ക് മൂവ് ചെയ്തു, അതിന്ന് ആക്സിലറേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഡയനോഡിലേക്ക് മൂവ് ചെയ്തു, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് എവറി ടൈം ഈ ഇലക്ട്രോൺ ഡയനോഡിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, സക്സസീവ് ഡയനോഡ്സിലേക്ക് ഈ ഫോട്ടോ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക്
ഫൈനലി ഒരു ലാർജ് നമ്പർ ഓഫ് സെക്കൻഡറി ഫോട്ടോ ഇലക്ട്രോൺസ് കിട്ടും. അവിടെ ഒരു ക്യുമുലേറ്റീവ് ഇൻക്രീസ് ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ കൂടിയിരിക്കും. ഓക്കെ, സോ അത് ആ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക്, അതിൻ്റെ താഴെ നമുക്ക് കാണാം, ഫിഗറിൻ്റെ താഴെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്കാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക് പോകും തോറും നമ്മുടെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ നമ്പർ അവിടെ ഹൈ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇലക്ട്രോണിക് സർക്യൂട്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് കറണ്ട് പൾസ് കിട്ടും. ഓക്കെ, and this size of the current pulse obtained will depend upon the energy of the incident nuclear particle. നമുക്ക് കിട്ടുന്ന കറണ്ട് പൾസിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുക ഇൻസിഡൻറ്റ് ന്യൂക്ലിയർ പാർട്ടിക്കിളിൻ്റെ എനർജീനെയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് കമ്പയർ ചെയ്തും കൊണ്ട് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജീനെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് can also be studied using this scintillation detector. Okay, so this is a basic working principle of scintillation detector. Next we have semiconductor detectors. Okay, so semiconductor detectors, from the name itself we can understand that semiconductors are used here. Okay, semiconductors എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വാലൻസ് ബാൻഡും ഉണ്ടായിരിക്കും, കണ്ടക്ഷൻ ബാൻഡും ഉണ്ടായിരിക്കും. ആ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ്റർമീഡിയറ്റ് വെൻ വി കമ്പയർ ഇറ്റ് വിത്ത് മെറ്റൽസ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, റൈറ്റ്? ആൻഡ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്മോൾ തെർമൽ എക്സൈറ്റേഷൻ പോലും ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാനുള്ള സാധ്യത കൂട്ടും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സിൻ്റെ ഒരു ഫിഗർ കാണാം. ഒരു എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് മെറ്റീരിയൽ ഇസ് ദെയർ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദറ്റ് പി എൻ ജംഗ്ഷൻ ഫോം ദെയർ അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ഹൈ വോൾട്ടേജ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് RL across which we are taking the output. Okay, so in the P type the majority charge carriers holes ആയിരിക്കും, N ടൈപ്പിൽ majority charge carriers electrons ആയിരിക്കും. ആൻഡ് അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിപ്ലീഷൻ റീജിയനിൽ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസ് ഫ്രം ദി N ടൈപ്പ് ആൻഡ് ഹോൾസ് ഫ്രം ദ P ടൈപ്പ് ഡിഫ്യൂസ് ചെയ്യും ആൻഡ് ദേ വിൽ റീകമ്പൈൻ ആൻഡ് ഒരു ന്യൂട്രൽ റീജിയൻ ആണ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. ഈ ഡിപ്ലീഷൻ റീജിയൻ ആണ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിറ്റക്ടറിൽ ആ ഒരു ഡിറ്റക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ലാർജ് ഡിപ്ലീഷൻ റീജിയൻ വേണം. ഓക്കെ, അങ്ങനെ ലാർജ് ഡിപ്ലീഷൻ റീജിയൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ബയസിങ് യൂസ് ചെയ്താൽ മതി. സോ ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ലാർജ് ഡിപ്ലീഷൻ റീജിയൻ റിവേഴ്സ് ബയസ് ഇസ് യൂസ്ഡ്. ഓക്കെ, ദസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി മിനിമം കറണ്ട് ആണ് സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് നമുക്ക് എന്താ വേണ്ടത്, ഒരു എക്സ്റ്റേണൽ ന്യൂക്ലിയർ പാർട്ടിക്കിള് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റ്റേണൽ ന്യൂക്ലിയർ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് പൾസ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലേ? സോ ദ ഓൺലി കറണ്ട് വി നീഡ് ഇൻ ദ സർക്യൂട്ട് ഷുഡ് ബി ദ വൺ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ എക്സിസ്റ്റൻസ് ഓഫ് സം കൈൻഡ് ഓഫ് ആൻ എക്സ്റ്റേണൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ. സോ ഇവിടെ നമുക്ക് അതിനെ കിട്ടുള്ളൂ. നമ്മുടെ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് റിവേഴ്സ് ബയസിലാണ്. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള കറണ്ട് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടുന്നത്. ഓക്കെ, അതിൻ്റെ പ്രസൻസ് എക്സിസ്റ്റൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ട്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആൽഫ പാർട്ടിക്കിൾ സപ്പോസ് ഇവിടെ ഡിപ്ലീഷൻ റീജിയനിൽ എൻറ്റർ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ദ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആ റീജിയനിലുള്ള ആറ്റംസും മോളിക്യൂൾസും ആയിട്ട് അത് കൊളൈഡ് ചെയ്യും, അതിൻ്റെ എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സോ അവിടെയുള്ള ഇലക്ട്രോൺസ്, ഓക്കെ, ഡിപ്ലീഷൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലായിരിക്കും. അത് ഈ ഒരു എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, സോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഫ്രീ ഇലക്ട്രോണും ഒരു ഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ആൽഫ പാർട്ടിക്കിള് will result in the creation of an electron hole pair inside the depletion region. Okay, so ഈ ആൽഫ പാർട്ടിക്കിൾസിന് എനർജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are having energies in the range of 4 to 9 mega electron volt. Okay, so the amount of energy necessary to make an electron hole pair in a semiconductor is around 3 electron volt. അത്രയും എനർജി മതി ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ എനർജി 4 to 9 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ആൽഫ പാർട്ടിക്കിള് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ ഈ
ഒരു ഡിറ്റക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യും. That means millions of electrons and holes are produced in the depletion region. Okay, and these electrons will move through the circuit. Okay, they will result in the potential drop across RL, and we can detect this as a current pulse. Okay, and based on that current pulse, by studying the properties of that, we can understand about the energy of the incident radiation as well as the different properties of the incident radiation. Okay, so our depletion region ആണ് നമ്മുടെ scintillation detectorൽ മെയിൻലി ഡിറ്റക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഇസ് ന്യൂക്ലിയർ റേഡിയേഷൻ കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് ഒരു റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ഡിറ്റക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യാം. ഓക്കെ, ലൈക്ക് സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സ്, അതല്ലെങ്കിൽ സിൻഡിലേഷൻ ഡിറ്റക്ടർ, വാട്ട് എവർ ബി ദാറ്റ്. സോ ഈ ഡിറ്റക്ടർ വെച്ച് നമ്മൾ പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. ആൻഡ് ദെൻ വി നീഡ് ടു ആക്ച്വലി കൗണ്ട് ദാറ്റ് പാർട്ടിക്കിൾ, ലൈക്ക് ഒരു സിറ്റുവേഷനിൽ ഹൗ മെനി പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. അതിനുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ മൊത്തം ന്യൂക്ലിയർ റേഡിയേഷൻ കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു സ്റ്റഡി അബൌട്ട് അല്ലേ. ഇൻസിഡൻറ്റ് റേഡിയേഷനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്, എനർജി, അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ്, അതൊക്കെ. ആ ഇൻസിഡൻറ്റ് റേഡിയേഷൻ നമ്മൾ ഒരു റേഡിയേഷൻ ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അതിൽ നമ്മൾ ഹൈ വോൾട്ടേജ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ റീജിയൻസിലായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുക. ഓക്കെ, ഗ്യാസ് ആംപ്ലിഫിക്കേഷൻ കർവിൻ്റെ ഓരോ റീജിയനിലായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുക, ലൈക്ക് അയണൈസേഷൻ ഡിറ്റക്ടർ, പ്രൊപ്പോർഷണൽ കൗണ്ടർ, ഓർ വാട്ട് എവർ ബി ദാറ്റ്. ഓക്കെ, ഓർ സെമി കണ്ടക്ടർ ഡിറ്റക്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡിറ്റക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്തു. ഓക്കെ, ലൈക്ക് ഇൻ ദ ഫോം ഓഫ് എ കറന്റ് പൾസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. വൺസ് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു പ്രീ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഓക്കെ, then a next component of the counting system is amplifier, and then comes the counter. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. സോ അതിൽ റേഡിയേഷൻ ഡിറ്റക്ടറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്ന പാർട്ട് പ്രീ ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, സോ പ്രീ ആംപ്ലിഫയേഴ്സിന് മെയിൻലി 3 പേർപ്പസസ് ആണുള്ളത്. ഫസ്റ്റ് പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് റേഡിയേഷൻ ഡിറ്റക്ടർ വഴി കിട്ടിയ സിഗ്നൽ, കറന്റ് പൾസ്, ചെറിയ സ്മോൾ സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ഈ സ്മോൾ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പ്രീ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് എ പ്രീ ആംപ്ലിഫയർ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിൽ നമുക്ക് റേഡിയേഷൻ ഡിറ്റക്ടറും ഉണ്ട്. ദെൻ പ്രീ ആംപ്ലിഫയറിന് ശേഷം ആംപ്ലിഫയേഴ്സും കൗണ്ടേഴ്സും വരുന്നുണ്ട്. സോ ഈ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ ഇംപിഡൻസ് മാച്ച് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ആ കൗണ്ടിങ് സിസ്റ്റം ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ അങ്ങനെ ഇംപിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് ദ കൗണ്ടിങ് സിസ്റ്റമാണ് പ്രീ ആംപ്ലിഫയർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാച്ച് ദ ഇംപിഡൻസ് ലെവൽസ് ബിറ്റ്വീൻ ദ ഡിറ്റക്ടർ ആൻഡ് സബ്സീക്വൻറ്റ് കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം. And the third function is to shape the signal pulse for optimal signal processing by the subsequent components. നമുക്ക് കിട്ടിയ സിഗ്നൽ പൾസിനെ ഷേപ്പ് ചെയ്യുക. അതിൽ വല്ല നോയ്സോ അല്ലെങ്കിൽ അൺവാണ്ടഡ് സിഗ്നൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് അതിനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഷേപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രീ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. സോ മെയിൻലി 2 ടൈപ്സ് ഓഫ് പ്രീ ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുക. 2 ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് സെൻസിറ്റീവ് പ്രീ ആംപ്ലിഫയർ ആണ്. സെക്കൻഡ് വൺ ഈസ് ചാർജ് സെൻസിറ്റീവ് പ്രീ ആംപ്ലിഫയർ. ഓക്കെ, അതിൽ വോൾട്ടേജ് സെൻസിറ്റീവ് പ്രീ ആംപ്ലിഫയറിൻ്റെ ഫിഗർ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, യു ക്യാൻ സീ ദ ഡയഗ്രം. അതിലെന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം ദി വാട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ റേഡിയേഷൻ ഡിറ്റക്ടർ. ഓക്കെ, ദെൻ ദർ ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ്. ഈ വോൾട്ടേജ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, എമൗണ്ട് ഓഫ് ചാർജ് ഫ്രം ദി റേഡിയേഷൻ ഡിറ്റക്ടർ. റേഡിയേഷൻ ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന ചാർജിൻ്റെ എമൗണ്ടിനെ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, ദെൻ ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ആ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് കപ്പാസിറ്റൻസ് CI ആൻഡ് ദ റെസിസ്റ്റൻസസ് R1 ആൻഡ് R2. ഓക്കെ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ദ വോൾട്ടേജ് സെൻസിറ്റീവ് പ്രീ ആംപ്ലിഫയർ. 2 കോൺഫിഗറേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ചാർജ് സെൻസിറ്റീവ് പ്രീ ആംപ്ലിഫയർ.
ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് it is determined by the charge from the radiation detector and the value of the feedback capacitor CF that we are using. Okay, so these are the two types of pre-amplifier configurations. നെക്സ്റ്റ് വരുന്ന കമ്പോണൻറ്റ് ആംപ്ലിഫയേഴ്സ് ആണ്. സോ ആംപ്ലിഫയറിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പ്രീ ആംപ്ലിഫയറിന് നമുക്കൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നൽ. പക്ഷേ ആ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നലിൽ സ്റ്റിൽ സ്മോൾ പൾസസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് എഫിഷ്യൻ്റായിട്ട് ആ ന്യൂക്ലിയർ പാർട്ടിക്കിളിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈ പൾസസ് ആയിരിക്കില്ല ഉണ്ടാവുക. സോ വി നീഡ് ടു അഗെയിൻ ആംപ്ലിഫൈ ദ സിഗ്നൽസ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ ഓർഡർ ടു റീഷേപ്പ് ദ സ്ലോ ഡീക്കേയിങ് പൾസ് ഫ്രം ദ പ്രീ ആംപ്ലിഫയർ ഇൻ ടു എ നാരോ വൺ ടു അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് പൾസ് പൈലപ്പ്. ഓക്കെ, നമ്മുടെ പ്രീ ആംപ്ലിഫയറിന് നമുക്ക് കിട്ടുന്ന പൾസസ് ചിലപ്പോൾ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കില്ല, ലൈക്ക് സ്ലോ ഡീക്കേയിങ് പൾസസ് ആയിരിക്കും. ഓക്കെ, അതിനെ ഒന്നും കൂടി നാരോ ആക്കിയിട്ട് പൾസ് പൈലപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പൾസസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടില്ല. സോ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള പൾസസിനെ റീഷേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനും കൂടി ആംപ്ലിഫയേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the pulse shaping circuits of the amplifier must provide an output of cleanly separated pulses even though the output pulses from the pre-amplifier overlap. പ്രീ-ആംപ്ലിഫയറിന് നമുക്ക് കിട്ടുന്ന പൾസസ് ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള പൾസസ് ആയിരിക്കും. പക്ഷേ അതിനുശേഷം നമ്മളത് ആംപ്ലിഫയറിലേക്ക് ഇടുമ്പോൾ അവിടെ ഒന്നും കൂടി പൾസ് ഷേപ്പിംഗ് നടക്കും. ഓക്കെ, എന്നിട്ട് ഈ പൾസ് പൈലപ്പ് ചെയ്ത പൾസസ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള പൾസസ്, ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പൾസസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ തരത്തിൽ നാരോ പൾസസ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ആൻഡ് ഇത് ചെയ്യുമ്പോൾ, ഈ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൾസ് ഷേപ്പിംഗ് ചെയ്യുമ്പോൾ ഓൾറെഡി ആ പൾസിലുള്ള ഇൻഫർമേഷൻ, ഇറ്റ് ക്യാൻ ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓർ വാട്ട് എവർ, ഓക്കെ, ആ പൾസിലുള്ള ഇൻഫർമേഷൻ ലോസ് ചെയ്യാതെ വേണം നമ്മൾ ഈ പ്രീ ആംപ്ലിഫയർ അല്ലെങ്കിൽ ആംപ്ലിഫയറിൽ ഈ പൾസിനെ റീഷേപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം പ്രീ ആംപ്ലിഫയറിലുള്ള ഒരു ഔട്ട്പുട്ട് കാണാം. ആൻഡ് ദെൻ ആ പ്രീ ആംപ്ലിഫയറിലുള്ള ഔട്ട്പുട്ട് ആംപ്ലിഫയറിൽ കൊടുത്തതിന് ശേഷം ആംപ്ലിഫയറിന് കിട്ടുന്ന ഔട്ട്പുട്ടും കാണാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കാണാം ആംപ്ലിഫയറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ചുകൂടി നാരോ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പൾസസ് ആണ്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് ആ പൾസസിന് കിട്ടും, ആംപ്ലിഫയർ ഔട്ട്പുട്ടിലുള്ള പൾസസിന് വെൻ കമ്പയർഡ് ടു പ്രീ ആംപ്ലിഫയർ ഔട്ട്പുട്ട് പൾസസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആംപ്ലിഫയേഴ്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ കൗണ്ടറിൻ്റെ പാർട്ട്. ഓക്കെ, സോ ആ കൗണ്ടറിൽ നമുക്ക് കൗണ്ടിങ് ഓഫ് ദി റേഡിയേഷൻ പാർട്ടിക്കിൾസ് ആണ് ഒക്കർ ചെയ്യുന്നത്. അവിടെ നമുക്ക് അനലൈസേഴ്സ് ഉണ്ടായിരിക്കും, സിംഗിൾ ചാനൽ അനലൈസർ ആൻഡ് മൾട്ടി ചാനൽ അനലൈസേഴ്സ് ആർ യൂസ്ഡ് ദേർ. That is our next topic, single channel analyzer. Okay, so this analyzer is actually a part of the counter itself. Okay, here in the single channel analyzer we are actually having a discriminator. Okay, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ആണ് പറയുന്നത്. സോ ലീനിയർ ആംപ്ലിഫയറിന്, അതായത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, പ്രീ ആംപ്ലിഫയർ ഉണ്ട്, ദെൻ ആംപ്ലിഫയർ ഉണ്ട്. ആ ആംപ്ലിഫയറിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഈ ഒരു സിംഗിൾ ചാനൽ അനലൈസറിലേക്ക് കൊടുക്കുകയാണ്. സിംഗിൾ ചാനൽ അനലൈസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അനലൈസർ എന്ന് പറഞ്ഞാൽ കൗണ്ടറിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. ഓക്കെ, സോ ആ അനലൈസറിലേക്ക് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദേ, ദാറ്റ് ഇസ് വാട്ട് വി ആർ ആക്ച്വലി ഡിസ്കസിങ്. സോ അവിടെ നമുക്ക് ഡിസ്ക്രിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ദർ ഇസ് in this discriminator there is an anti-coincident circuit also. Okay, and here you can see the construction and working. The signal from the linear amplifier is given to the discriminator. Okay, discriminatorൽ രണ്ട് പാർട്സ് ആയിട്ട് കാണാം നമുക്ക്. ഒന്ന് LLD ആണ്, then next one is ULD. LLD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലെവൽ ഡിസ്ക്രിമിനേറ്റർ ആണ്, ULD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലെവൽ ഡിസ്ക്രിമിനേറ്റർ ആണ്. സോ ലോവർ ലെവൽ ഡിസ്ക്രിമിനേറ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ അലൗ ദ സിഗ്നൽ ഓൺലി വെൻ ദ സിഗ്നൽ ഹാവിങ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ഇറ്റ് സെറ്റ് വാല്യൂ. നമ്മൾ സപ്പോസ് ഒരു വോൾട്ടേജിന് ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ദ വോൾട്ടേജ് ദാറ്റ് വി റിക്വയർ, സപ്പോസ് 0.5 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഇവിടെ
ലോവർ ലെവൽ ഡിസ്ക്രിമിനേറ്റർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 വോൾട്ട് നമ്മുടെ സിഗ്നലിൽ 0.5 നമ്മുടെ സിഗ്നലിൻ്റെ വോൾട്ടേജ് 0.5 വോൾട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ അത് ആ സിഗ്നൽ അതിലൂടെ അലൗ ചെയ്യുള്ളൂ. ഓക്കെ, അതായത് 0.5 വോൾട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള സിഗ്നൽസ് മാത്രമേ അത് കൂടെ അലൗ ചെയ്ത് പോവുള്ളൂ. ഓക്കെ, നൗ ഇൻ കേസ് ഓഫ് അപ്പർ ലെവൽ ഡിസ്ക്രിമിനേറ്റർ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് അലൗസ് സിഗ്നൽസ് ഓൺലി വെൻ ദ സിഗ്നൽ ഹാവിംഗ് വോൾട്ടേജ് ലെസ് ദാൻ ദ സെറ്റ് വാല്യൂ. നമ്മൾ സെറ്റ് വാല്യൂ 1 വോൾട്ടാന്ന് വിചാരിക്കും. 1 വോൾട്ട് ആണെങ്കിൽ ആ 1 വോൾട്ടിനെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള വോൾട്ടേജ് ഉള്ള സിഗ്നൽസിനെ മാത്രമേ അത് അലൗ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ആൻറ്റി കോയിൻസിഡൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് നമുക്ക് എൽ എൽ ഡിയിലും യു എൽ ഡിയിലും നമ്മൾ എൽ എൽ ഡിയിലും യു എൽ ഡിയിലും ഓരോ വോൾട്ടേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ എൽ ഡിയിൽ 0.5 വോൾട്ടും ആൻഡ് യു എൽ ഡിയിൽ 1 വോൾട്ടും എന്ന് വിചാരിക്കും. അപ്പോൾ എൽ എൽ സംഭവിക്കുക 0.5 വോൾട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള കറണ്ട് പൾസസ് എല്ലാം പാസ് ചെയ്ത് പോകും. യു എൽ ഡിയിൽ എന്ത് സംഭവിക്കും? 1 വോൾട്ടിനെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള എല്ലാ സിഗ്നൽസും പാസ് ചെയ്യും. ഓക്കെ, സോ അവിടെ ഒരു കോയിൻസിഡൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ വോൾട്ടേജ് ഉള്ള സിഗ്നൽ രണ്ട് സൈഡിൽ നിന്നും പാസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഈ ആൻറ്റി കോയിൻസിഡൻറ്റ് സർക്യൂട്ട് it will receive only one output signal from LLD or ULD. ഓക്കെ, അതായത് ഔട്ട്പുട്ട് പൾസ് എൽ എൽ ഡി നിന്നും യു എൽ ഡി നിന്നും സെയിം വോൾട്ടേജുള്ള ഔട്ട്പുട്ട് പൾസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നിനെയാണ് അത് പാസ് ചെയ്ത് കടത്തിവിടുള്ളൂ. ഓക്കെ, നോ ഔട്ട്പുട്ട് പൾസ് ഈസ് സെൻറ്റ് ഇഫ് പൾസസ് ഒക്കെ സൈമൾട്ടേനിയസ്ലി അതർ ഇൻപുട്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടിലും 0.7 വോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ യു എൽ ഡിയിൽ വരികയാണെങ്കിൽ 0.7 എന്ന് പറഞ്ഞാൽ 1നെക്കാട്ടിലും ലെസ് ആണ്. സോ അത് പാസ് ചെയ്യുക കറണ്ടിനെ. മറ്റതിൽ 0.7 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആണ്. ഓക്കെ, പക്ഷെ രണ്ടൊന്നും നമുക്ക് ഒരേ വോൾട്ടേജുള്ള സിഗ്നലിനെയാണ് കിട്ടുന്നത്. സോ അതിൽ ഏതിനെങ്കിലും ഒന്നിനെയാണ് അതിൽ കൂടെ കടത്തി വിടുള്ളൂ. അതാണ് ആൻറ്റി കോയിൻസിഡൻറ്റ് സർക്യൂട്ട്. കോയിൻസിഡൻ്റ് ആയിട്ട് രണ്ടെണ്ണത്തിൽ നിന്നും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ വോൾട്ടേജുള്ള പൾസസിനെ പാസ് ചെയ്യിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആൻറ്റി കോയിൻസിഡൻറ്റ് സർക്യൂട്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഈ ഔട്ട്പുട്ട് പൾസ് കൗണ്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സിഗ്നൽ ചാനൽ അനലൈസർ. Now coming to multi-channel analyzer, let us see what happens. Multi-channel analyzer-ഉം സിംഗിൾ ചാനൽ അനലൈസറും രണ്ടും കൗണ്ടറിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ചില സർക്യൂട്ട്സിൽ നമ്മൾ സിംഗിൾ ചാനൽ അനലൈസർ യൂസ് ചെയ്യും, ചിലതിൽ മൾട്ടി ചാനൽ അനലൈസർ യൂസ് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൾട്ടി ചാനൽ അനലൈസറിൽ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിഗ്നലിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ അവിടെ ഇൻ ദാറ്റ് സ്ലൈഡ് യു ക്യാൻ സി സിംഗിൾ ചാനൽ അനലൈസറിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു ഗാമ റേ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമുക്ക് എൽ എൽ ഡിയുടെ വാല്യൂസും കൗണ്ട്സും ഓക്കെ നമ്പർ ഓഫ് കൗണ്ട്സും നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ആ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് ആ വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. ഗ്രാഫ് നമ്മൾ മാനുവലി പ്ലോട്ട് ചെയ്യണം. ഓക്കെ, വി ടേക്ക് ദ കൗണ്ട്സ് ആൻഡ് എൽ എൽ ഡി വാല്യൂ ആൻഡ് പ്ലോട്ട് ദ ഗ്രാഫ് മാനുവലി. ആ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റഡീസ് നടത്തുന്നത്. പക്ഷേ മൾട്ടി ചാനൽ അനലൈസറിൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് നമുക്ക് ആ ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യും. ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് ആ ഗ്രാഫിനെ നമുക്ക് ഈ ഒരു അനലൈസറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ വേറെ മാനുവലി ഗ്രാഫ് അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഈ ഡിജിറ്റലൈസ് സിഗ്നൽ ആൻഡ് ഗീവ്സ് ദ ഔട്ട്പുട്ട്. ഇനി ഈ മൾട്ടി ചാനൽ അനലൈസറിന് രണ്ട് വർക്കിംഗ് മോഡ്സ് ഉണ്ട്. ഒന്ന് പൾസ് ഹൈറ്റ് അനാലിസിസ് മോഡും സെക്കൻഡ് വൺ ഇസ് മൾട്ടി ചാനൽ സ്കാലാർ മോഡ്. ഓക്കെ, സോ ഈ പൾസ് ഹൈറ്റ് അനാലിസിസ് മോഡിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അനലൈസർ വിൽ കൗണ്ട് ദ ഇൻപുട്ട് പൾസസ് ഓൺ ദ ബേസിസ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഓർ ഹൈറ്റ് ഓഫ് ദ പൾസ്. പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഈ കൗണ്ടിങ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ഉള്ള പൾസസ് ഉണ്ടായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് ഇറ്റ് ഇസ് കൗണ്ടഡ്. ഓക്കെ, മൾട്ടി ചാനൽ സ്കേലാർ മോഡിൽ ഈ കൗണ്ടിങ് നടക്കുന്നത് ബേസ്ഡ് ഓൺ ടൈം പീരീഡ് ആണ്. ഓരോ പൾസസിനെയും ടൈം പീരീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ കൗണ്ടിങ് നടക്കുക. T1, T2, T3 അങ്ങനെ ഓരോ ടൈം പീരീഡ് ഉള്ള പൾസസ് ഉണ്ടായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ടൈം പീരീഡ് ദ പൾസസ് ആർ കൗണ്ടഡ്. ഓക്കെ, മറ്റതിൽ ബേസ്ഡ് ഓൺ ദ ആംപ്ലിറ്റ്യൂഡ് ദ ടൈം പീരീഡ് ദ
pulses are counted. Okay, so that is all about multi-channel analyzer. Next, we have to see counting statistics. സോ നമ്മൾ ലബോറട്ടറിയിൽ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും എറേഴ്സ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സിമിലർലി in experiments which are related to radioactive decay, that in that also there will be random errors, right? So in order to study about such things, we are using the counting statistics. അതായത് നമ്മളിവിടെ കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യുമ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സെയിം തിങ്സ് ഹിയർ ഓൾസോ വി ആർ യൂസിങ്. സപ്പോസ് നമുക്ക് n ന്യൂക്ലിയ ഉണ്ട് നമ്മുടെ സാമ്പിളിൽ എന്ന് വിചാരിക്കൂ, ക്യാപിറ്റൽ N. ഓക്കെ, ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി P of n that n of them decay in a certain interval of time. ഒരു പെർട്ടിക്കുലർ interval of ടൈമിൽ സ്മോൾ n പാർട്ടിക്കിൾസ് ഡീക്കേ ചെയ്യും. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രോബബിലിറ്റിനെ നമുക്ക് P of n എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് വിച്ച് യു ഓൾറെഡി നോ. ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ probability P of n is given by n factorial divided by n factorial into n minus n factorial p raised to n into 1 minus p whole raised to n minus n. ഇവിടെ സ്മോൾ p എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സിംഗിൾ ന്യൂക്ലിയസ് ഡീക്കേ ആണ്. And number of decays n bar will be equal to Pn. Okay, where P is the probability of a single nucleus decay and capital N is number of total number of the nuclei we have in the sample. Okay, and binomial distribution of variance is given by sigma square is equal to n bar into 1 minus p. Okay, where n bar is nothing but p into n. Okay, ആൻഡ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് അസ് എ വിഡ്ത്ത് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സ്മോൾ ലെറ്റർ n ആൻഡ് ക്യാപിറ്റൽ N ആർ വെരി സ്മോൾ വാല്യൂസ്. നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഇൻ റേഡിയോ ആക്റ്റീവ് ഡീകെ പ്രോസസ്സിലൊക്കെ ഈ സ്മോൾ n ആൻഡ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ചെറിയ വാല്യൂസ് ആയിരിക്കും. സോ ഈ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻസ് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. ഓക്കെ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ വെൻ ദിസ് പ്രോബബിലിറ്റി P ഇസ് മച്ച് ലെസ് ദൻ 1. ഓക്കെ, സ്മോൾ p എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് സിംഗിൾ ന്യൂക്ലിയസ് ഡീക്കേ. അത് ഇസ് വെരി ലെസ് ദൻ 1 ആണെങ്കിൽ നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി P of n is given by the expression which you might have studied. Okay, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് റൂട്ട് ഓഫ് n bar. ഓക്കെ, ഇനി ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം ഇൻ കേസ് ഓഫ് സ്മോൾ p ആൻഡ് ലാർജ് n bar ആണ്. ലാർജ് n bar, if n bar is much greater than 1, you can use this Gaussian distribution and the probability P of n and sigma is given there. Okay, these are the different distributions that we are using and the values of standard deviation in each distribution. Okay, ഇനി നമ്മൾ സപ്പോസ് നമ്മൾ സ്മോൾ m നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട്സ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്മ ഇസ് ആക്ച്വലി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/√ ഓഫ് സ്മോൾ m. Okay, അതായത് the standard deviation sigma will be proportional to 1/√ of the number of observations that we are making. Okay, so these are the different distributions we are using in order to study about different counts of different nuclear radiations and depending upon the situations that we are having, small letter p അതുപോലെ small letter n അതിൻ്റെ values ഒക്കെ നോക്കിയിട്ട് whether it is small or greater, you can use any of these distribution in order to study about the particle counts. Okay.